100 വർഷത്തിനിടയിലെ ഉയർന്ന ചൂട് ജനമാശങ്കയിലാണ്. മഴ ആശ്വാസമാകുമോ നാശം വിതയ്ക്കുമോ? കേരളത്തിന് ഒരുപാട് ചോദ്യങ്ങൾ, ലോകത്തിനും ഇന്ത്യക്കുമൊക്കെ ചോദ്യങ്ങൾ. കഴിഞ്ഞ 100 വർഷത്തിനിടയിൽ ആഗോളതലത്തിൽ തന്നെ ഏറ്റവും ചൂട് കൂടിയ വർഷമായിരുന്നു 2023 എന്ന് വ്യക്തമാക്കി കാലാവസ്ഥാ നിരീക്ഷകർ. 2016 ഇതിനു മുൻപ് ഏറ്റവും അധികം ചൂട് അനുഭവപ്പെട്ടത്. അതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് എൽനിനോ പ്രതിഭാസമാണെന്നായിരുന്നു വിദഗ്ധർ പറഞ്ഞത്. കൊടുംചൂടിന് കാരണമായ എൽനിനോ പ്രതിഭാസം പിൻവാങ്ങിയതോടെ കേരളത്തിലും ചൂട് കുറഞ്ഞു തുടങ്ങുമെന്നാണ് വിദഗ്ധ അഭിപ്രായം. മെയ് പകുതിയോടെ മഴയ്ക്ക് അനുകൂലമായ സാഹചര്യം സംസ്ഥാനത്ത് രൂപപ്പെടുമെന്ന് വിദഗ്ധർ വ്യക്തമാക്കിയിരിക്കുകയാണ്. ലാനിന പ്രതിഭാസം ഓഗസ്റ്റോടെ സംസ്ഥാനത്തെത്താനുള്ള സാധ്യതയുണ്ടെന്നും വിദഗ്ധർ വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ മഴയ്ക്ക് അനുകൂലമായ സാഹചര്യമാണ് സംസ്ഥാനത്തുണ്ടാവുക. രാജ്യത്താകെ സാധാരണയിൽ കൂടുതൽ മഴ ഇത്തവണ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നേരത്തെ പ്രവചിച്ചിരുന്നു. അതേസമയം ലാനിനയ്ക്കൊപ്പം അറബിക്കടൽ ഇന്ത്യൻ മഹാസമുദ്രത്തേക്കാൾ ചൂടാകുന്ന ഇന്ത്യൻ ഓഷൻ ഡൈപോൾ കൂടി ഇത്തവണ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പുമുണ്ട്. ലാനിനയും അയോഡിയും ഒരുമിച്ച് വരുന്ന സാഹചര്യം വളരെ അപൂർവമാണെന്നും അങ്ങനെ ഉണ്ടായാൽ അത് അപകടം സൃഷ്ടിച്ചേക്കാമെന്ന മുന്നറിയിപ്പുമുണ്ട്. 2019 അയോഡി ഉണ്ടായതിനെ തുടർന്നാണ് പലയിടത്തും ലഘുമേഘ വിസ്ഫോടനങ്ങൾ ഉണ്ടായത്. എന്നാൽ അന്ന് ലാനിന ഉണ്ടായിരുന്നില്ല. ഇത്തവണ സാധാരണ മഴ ലഭിച്ചാലും അയോഡിയിൽ ഉണ്ടാകുന്നത് പോലെ കുറഞ്ഞ സമയത്തിനുള്ളിൽ അതിതീവ്ര മഴ പെയ്യുന്ന സാഹചര്യം കൂടി ഉണ്ടായാൽ അത് വെള്ളപ്പൊക്കത്തിന് കാരണമാകാം. തെക്കൻ കേരളത്തിൽ കഴിഞ്ഞ വർഷം 34% മൺസൂൺ മഴ കുറവായിരുന്നു. എന്നാൽ വടക്കുകിഴക്കൻ മൺസൂൺ 24% കൂടുതൽ കിട്ടി. എന്നാൽ അത് കിട്ടിയത് കൂടുതലും തെക്കൻ കേരളത്തിലാണ്. കാസർഗോഡും കണ്ണൂരും മലപ്പുറവും പാലക്കാടും ഒക്കെ തുലാവർഷം വളരെ കുറഞ്ഞ അളവിലാണ് ലഭിച്ചത്. ഇതിനിടെ വെള്ളം കൂടി മുട്ടുമോ എന്ന് ആശങ്കപ്പെടുകയാണ് സംസ്ഥാനം. തിരുവനന്തപുരം നഗരവും ആശങ്കയിലാണ്. വേനൽ മഴ കനിഞ്ഞില്ലെങ്കിൽ പേപ്പാറ ജലസംഭരണിയിൽ ഇനി 65 ദിവസത്തേക്കുള്ള വെള്ളം മാത്രമാണുള്ളത്. പേപ്പാറയുടെ സംഭരണശേഷി കൂട്ടണമെന്ന ജല അതോറിറ്റിയുടെ വർഷങ്ങളായുള്ള ആവശ്യത്തിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം തീരുമാനമെടുത്തിട്ടുമില്ല. വെള്ളം വറ്റി വലിയൊരു കുളത്തിനെത്ര ചുരുങ്ങിയ പേപ്പാറ ഡാം അടുത്തിട്ട് വരെ തെളിഞ്ഞു തുടങ്ങി. തുരുത്തുകളെല്ലാം കാണാം. വൃഷ്ടിപ്രദേശത്താണെങ്കിൽ വരൾച്ച രൂക്ഷം. 100 മീറ്ററാണ് നിലവിലെ ജലനിരപ്പ്. ഒരു ദിവസം 7 സെന്റിമീറ്റർ വരെയാണ് ജലനിരപ്പ് താഴുന്നത്. വേനൽ മഴ നന്നായി പെയ്തില്ലെങ്കിൽ ജൂൺ പകുതിയോടെ നഗരത്തിലേക്കുള്ള ജലവിതരണം പ്രതിസന്ധിയിലാകും. പേപ്പാറയുടെ പരമാവധി സംഭരണ ശേഷി 110 മീറ്റർ വരെയാണ്. 107 മീറ്റർ വരെ ജലം സംഭരിക്കാനാണ് വനം വന്യജീവി വകുപ്പ് ജല അതോറിറ്റിക്ക് അനുമതി നൽകിയിട്ടുള്ളത്. ഏതായാലും താപനില കുറയാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ 10 ജില്ലകളിൽ 24-ാം തീയതി വരെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പാലക്കാട് ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയുണ്ട്. ആലപ്പുഴയിൽ 38, കൊല്ലം, പത്തനംതിട്ട, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 37, കോട്ടയം, എറണാകുളം, മലപ്പുറം ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്നാണ് പ്രവചനം. ഇത് സാധാരണ താപനിലയേക്കാൾ കൂടുതലാണ്. അതേസമയം കോട്ടയം, വയനാട്, കോഴിക്കോട്, കൊല്ലം ജില്ലകളിൽ ചില പ്രദേശങ്ങളിൽ വേനൽ മഴ പെയ്തു. തിരുവനന്തപുരം ഉൾപ്പെടെ തെക്കൻ ജില്ലകളിൽ കഴിഞ്ഞ ദിവസം രാത്രി നേരിയ തോതിൽ വേനൽ മഴ പെയ്തിരുന്നു. പകൽ കടുത്ത ചൂടും ഇടവിട്ട് നേരിയ മഴയും പെയ്യുന്നതിനാൽ അനുഭവപ്പെടുന്ന ചൂട് കൂടുതലായിരിക്കും.